ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 5:30 വീട്ടിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ കുളി, ഡ്രസ്സ് കഴുകൽ എല്ലാം കഴിഞ്ഞ് അങ്ങനെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കോരിയിട്ടാണ് ഡ്രസ്സ് കഴുകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിണറ്റിൽ നിറച്ച് വെള്ളമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളവും കിട്ടും. അങ്ങനെ അമ്മ അവിടെ ഗ്രീൻ ടീ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മ പതിവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് വീട്ടിലെല്ലാവരും രാവിലെ കുടിക്കുന്നതാണ്. ശംഖുപുഷ്പം, അതുപോലെ തുളസി, കരിവേപ്പിൻ്റെ ഇല, ചുക്ക്, കുരുമുളക്, അങ്ങനെ കുറേ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ടീയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോഴേക്കും അനിയത്തി വന്നു, ചേച്ചി വന്നു. പിന്നെ കുറച്ച് വെയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ റംബൂട്ടാൻ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം കുറച്ചധികം നന്നായിട്ടുണ്ടായി. അതായത് നമുക്ക് ലാവിഷായിട്ട് കഴിക്കാൻ ഉണ്ടായി എന്ന് തന്നെ പറയാം. മാങ്ങയുടെ സീസൺ കഴിഞ്ഞു, ഒട്ടുമില്ല മാങ്ങയൊന്നും. നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ചക്കയുണ്ട്, ചക്ക നിറച്ച് കഴിക്കാൻ കിട്ടി. പക്ഷെ മാങ്ങ ഒന്നും കിട്ടിയില്ല. അതിന് പകരം റംബൂട്ടാൻ കുറേ കിട്ടി. ചാമ്പയ്ക്കും ഉണ്ടായില്ല. മോന് ചാമ്പയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ചാമ്പയ്ക്കല്ല, ഉതിർന്ന് ഈ മഴയും പിന്നെ നല്ല കാറ്റും വീശിയപ്പോൾ അതെല്ലാം വീണുപോയി. താഴെയുള്ള റംബൂട്ടാനൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിറയെ പുളിറുമ്പാണ്. വളരെ സൂക്ഷിച്ചാണ് പൊട്ടിക്കണത്. പുളിറുമ്പ് ഇങ്ങനെ മേത്തേക്ക് വീഴും. താഴെ തന്നെയാണ് കൊമ്പ്. മെല്ലൊന്ന് വലിഞ്ഞ് കയറി. പിന്നെ തോട്ടിയെടുത്തിട്ട് മുകളിലുള്ളതൊക്കെ പൊട്ടിക്കുകയാണ്. അനിയത്തി താഴെ നിന്ന് പറക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ എന്താണെന്നറിയില്ല, പുളിറുമ്പിൻ്റെ ശല്യം വളരെ അധികമുണ്ട്. പിന്നെ കാട്ടുപന്നിയുണ്ട്, മുള്ളംപന്നിയുണ്ട്. ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെ ശല്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പേരിയാണ് സ്പെഷ്യലേക്കും ചക്ക പൊറിച്ച് റെഡിയായി. ഇനി ചേട്ടൻ്റെ ഒക്കെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് ചക്ക മെഴുക്കുവരട്ടി. അപ്പോഴേക്കും കാറ്ററിങ്ങിൽ നിന്ന് ബാക്കി ഐറ്റംസും കൂടി വന്നു. ഞങ്ങൾ വീട്ടിലും വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ കാറ്ററിങ്ങിൽ നിന്ന് വന്ന പരിപ്പ്, പിന്നെ പാലട, ഫ്രൈഡ് റൈസ്, പൈനാപ്പിൾ പച്ചടി, അങ്ങനെ തൊട്ടടുത്ത് തന്നെ കാറ്ററിങ് ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കാറ്ററിംഗ് ആണല്ലോ, ഭക്ഷണത്തിനൊരു ക്ഷാമവുമില്ല. എന്നും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കിട്ടും. പിന്നെ വെജിറ്റേറിയൻ മാത്രമാണ്, നമ്മൾ വെജിറ്റേറിയനേ കഴിക്കുള്ളൂ. ബാക്കി നോണൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഈ വക ഐറ്റംസൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ സമയം ചിലവായി. എൻ്റെ അടുത്ത വീഡിയോയിൽ അച്ഛൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഗ്രാമീണ വഴിയിലൂടെ ഒരു യാത്ര. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നടത്തിയിരുന്ന യാത്രയുണ്ടോ. അച്ഛനും മമ്മിയും ഞങ്ങളൊക്കെ നടന്നാണ് പോയിരുന്നത്. പുതിയ തലമുറയായിട്ട് വീണ്ടും ഒരു യാത്ര.